കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ സർക്കാർ തീരുമാനം ഇന്ന്. പദ്ധതി നടപ്പാക്കേണ്ടതിന്റെ മാനദണ്ഡങ്ങൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. സൗജന്യയാത്ര എങ്ങനെ നടപ്പാക്കാം എന്നത് സംബന്ധിച്ച് ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പദ്ധതി പരിമിതപ്പെടുത്താനാണ് ആലോചന. ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഏർപ്പെടുത്തിയാൽ പ്രതിവർഷം സർക്കാർ 712 കോടി രൂപ കെഎസ്ആർടിസിക്ക് നൽകേണ്ടി വരും. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യയാത്ര. പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആദ്യ 100 ദിനം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പാക്കും. അതിനുശേഷം പിന്നീട് മറ്റു ബസ്സുകളിലേക്കും നടപ്പാക്കാനാണ് മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. കെഎസ്ആർടിസിക്കുള്ള നഷ്ടം നികത്തുന്നത് പഠിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ റിപ്പോർട്ട് മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യും. ആദ്യ 100 ദിനം പദ്ധതി നടപ്പാക്കി ഇത് വിലയിരുത്തി രണ്ടാം ഘട്ടം നടപ്പാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. അതേസമയം ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും ദീർഘദൂര സർവീസുകളിലും തുടക്കത്തിലെ സൗജന്യയാത്ര അനുവദിക്കുന്നത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും വരുമാന നഷ്ടത്തിനും കാരണമാകുമെന്ന് കെഎസ്ആർടിസി വിദഗ്ധ സമിതി വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ ആദ്യ 100 ദിവസങ്ങളിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യയാത്ര പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചത്. ഈ കാലയളവിലെ യാത്രാരീതികളും പഠിച്ച ശേഷം രണ്ടാം ഘട്ടത്തിൽ മറ്റു ബസ്സുകളിലേക്ക് കൂടി ആനുകൂല്യം വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കും. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതോടെ ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ UDF നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര. പ്രതിദിനം 10 മുതൽ 12 ലക്ഷം വരെ വനിതകൾ സഞ്ചരിക്കുന്നുവെന്നാണ് കണക്ക്. പദ്ധതി നടപ്പാക്കുന്നതോടെ കൂടുതൽ വനിതകൾ യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതു സ്കീം തിരഞ്ഞെടുത്താലും ആ തുക മുൻകൂറായി സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകിയാൽ മാത്രമേ പദ്ധതി മുന്നോട്ടു പോകൂ. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ മറികടന്ന് അതിനെ അതിജീവിച്ച് പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും സർക്കാർ നടപ്പിലാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളതിൽ അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് ഗവൺമെന്റ് തലത്തിൽ ഉചിതമായ സമയത്ത് അവ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കുകയെന്നതാണ് വലിയ സ്വപ്നം. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും കണ്ടെയ്നർ ടെർമിനലിനെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കും. കേരളത്തെ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബാക്കും. കാരണം ചെറിയ സ്ഥലത്ത് 4 രാജ്യാന്തര വിമാനത്താവളങ്ങളാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ ഏവിയേഷൻ പ്രൊജക്ടുകൾ സർക്കാരിന്റെ കയ്യിലുണ്ട് എന്ന് സതീശൻ പറഞ്ഞു. ഇതുകൂടാതെ ലഹരിമരുന്ന് ശൃംഖലയെ തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകും. അതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും. തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മലയോര കർഷകരുടെ വിഷമങ്ങളും വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആധുനികമായ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പൊതുജനാരോഗ്യത്തിനും ക്യാൻസർ കെയർ, മാതൃശിശു ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ചികിത്സാ ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൂറിസം രംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ മാറ്റുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കിഫ്ബിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വരികയാണെന്നും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. ആശാ വർക്കർമാർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ വരുമാനത്തിൽ 1000 രൂപയുടെ വർധനവുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.